AD 20-നും 36-നും ഇടയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് കരുതുന്ന യേശു എന്ന യഹൂദനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുടെയും കുത്തക ഇന്ന് അവകാശപ്പെടുന്നത് ക്രിസ്തു സഭയാണ്. ഏതാണ്ട് 12 വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം 4 ബൈബിളുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഒരു 18 വർഷം ആ ജീവിതം അജ്ഞാതമാണ്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവർ എഴുതി എന്ന് കരുതപ്പെടുന്ന 4 ബൈബിളുകൾ അതേക്കുറിച്ച് ഏതാണ്ട് പൂർണ്ണ മൗനമാണ് അവലംബിച്ചിട്ടുള്ളത്. ഈജിപ്തിൽ നിന്നും ജോസഫ്, മേരി, കുട്ടിയായ യേശു എന്നിവർ ഇസ്രായേലിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് മത്തായി അവതരിപ്പിക്കുന്ന യേശു പ്രായപൂർത്തിയായ ഒരാളായാണ്. യോഹന്നാൻ്റെ അടുത്തു നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന യേശു. മർക്കോസ് യേശുവിനെ അവതരിപ്പിക്കുന്നതാവട്ടെ യോഹന്നാൻ്റെ അടുത്തു നിന്നും മാമോദിസ സ്വീകരിക്കുന്ന അവിടുന്ന് നിന്നാണ്. എന്നാൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഈ ലൂക്ക ഒറ്റ സെൻറ്റൻസ് കൊണ്ട് ചുരുക്കുന്നുണ്ട്. യേശു പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുന്നിൽ കൃപയിലും വളർന്നു വന്നു എന്ന്. ലൂക്ക 1:52 ആൻഡ് ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് സ്റ്റാച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. പിന്നീട് അദ്ദേഹം സ്നാപകയോഹന്നാൻ്റെ ജനനത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ ശാസ്ത്രികളുമായി തർക്കിക്കുന്ന യേശു പെട്ടെന്ന് ഒരു മരപ്പണിക്കാരൻ്റെ വർക്ക്ഷോപ്പിൽ ആരും അറിയാതെ കഴിഞ്ഞുവെന്നും 18 വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥത്തിൽ ഒരു റബ്ബിയായി സഞ്ചാരം ആരംഭിച്ചു എന്നും നാം ധരിക്കണമെന്ന് ലൂക്ക വിചാരിച്ചിരുന്നോ? സംശയമാണ്. 4-ാമത്തെ സുവിശേഷമാകട്ടെ സ്നാപക യോഹന്നാൻ യേശുവിനെ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നിടത്ത് നിന്നാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ യേശു എന്ന വ്യക്തിത്വത്തിൻ്റെ 18 വർഷം പരിപൂർണമായി അജ്ഞാതമാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിന് പുറത്ത് അതിനുള്ള തെളിവുകൾ കാണേണ്ടതല്ലേ? അതിലാണ് ഇന്നത്തെ അന്വേഷണത്തിൻ്റെ തുടക്കം. കാനോനിക്കൽ ബൈബിളുകൾ എന്ന അറിയപ്പെടുന്ന, അതായത് കാനോൻ നിയമങ്ങളിലൂടെ അംഗീകരിച്ച എന്നർത്ഥം, ഈ 4 ബൈബിളുകളും അല്ലാതെ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും നിരവധി യേശു കഥകൾ പ്രചരിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. അവയെല്ലാം ആദിമ സഭാപിതാക്കന്മാർ മതവിരുദ്ധമായതെന്നും ദൈവനിന്ദിയാണെന്നും തള്ളിക്കളയുന്നത് നമുക്ക് കാണാം. AD 150 ഫ്രാൻസിലെ ലിയോൺ എന്ന സ്ഥലത്തെ ബിഷപ്പായിരുന്ന ഇറേനിയോസ് പറയുന്നു, മതനിഷേധികൾ പറയുന്ന ഈ 4 ബൈബിളുകളല്ലാതെ വേറെയും നിരവധി ഉണ്ട് എന്ന്. എന്നാൽ അവയെല്ലാം ക്രിസ്തുവിനെയും മതത്തെയും നിഷേധിക്കുന്ന പടുകുഴികളാണ് എന്നാണ്. 155 AD 86-ാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ച പോളികാർപ്പ് എന്ന ആളുടെ ശിഷ്യനാണ് ഇറേനിയസ്. പോളികാർപ്പ് സ്മെർണിയ ഇന്നത്തെ തുർക്കിയിലുള്ള ഇസ്മീർ എന്ന സ്ഥലത്തെ ബിഷപ്പും സുവിശേഷകനായ യോഹന്നാൻ്റെ വിദ്യാർത്ഥിയുമായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്.
ഇറേനിയസ് അടക്കമുള്ള അന്നത്തെ ബിഷപ്പുമാരിൽ ഭൂരിപക്ഷവും തങ്ങളുടെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചത് അവർ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് വിശ്വസിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ എതിർക്കുന്നതിനായിരുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ 4-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അതൊരിക്കലും ഒന്നായിരുന്നില്ല എന്നും എണ്ണമറ്റ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളായിരുന്നുവെന്നും കാണാവുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗ്നോസ്റ്റിക്സ് ചിന്തകളും മാർസിയോണറ്റിസ് ചിന്തകളും ആയിരുന്നു. ഇന്ത്യയിൽ ഉപനിഷത്ത് ചിന്തകളിലൂടെ വളർന്നു വന്ന അദ്വൈത ചിന്തയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് നോസ്റ്റിക് ചിന്തകൾ. അതായത് തന്നെ പൂർണ്ണമായും മനസ്സിലാക്കലാണ് ആത്യന്തികമായി യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കൽ എന്നത്. 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ റോമ സാമ്രാജ്യത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ പരസ്പരം പോരടിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകൾ നിലനിന്നിരുന്നു. എന്നാൽ കോൺസ്റ്റന്റൈൻ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ അധിപനായപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരു സാർവലൗകിക സഭ എന്ന ആശയം മുന്നോട്ട് വച്ചു. ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അതായത് ഒരു കത്തോലിക്ക സഭ, ഇംഗ്ലീഷിൽ കത്തോലിക് എന്നാൽ യൂണിവേഴ്സൽ എന്ന് സാരം. AD 324 റോമിൻ്റെ കിഴക്കൻ പകുതി ഭരിച്ചുകൊണ്ടിരുന്ന വലേറിയസ് ലൂസിനസ് എന്നയാളെ കോൺസ്റ്റന്റൈൻ പരാജയപ്പെടുത്തി റോമിൻ്റെ മുഴുവനും ചക്രവർത്തിയായി മാറി. അതിനുശേഷം AD 325 ഇന്നത്തെ തുർക്കിയിലെ ഇസ്നിക് എന്ന സ്ഥലത്ത്, അന്നത്തെ പേര് നീസിയ, ലോകത്തിലെ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ ഒരു യോഗം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ വിളിച്ചുകൂട്ടി. അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അങ്ങനെ ക്രിസ്ത്യാനി അല്ലാത്ത ഒരു ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ വെച്ച് അന്ന് സഭയിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു. സഭ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത എല്ലാം നശിപ്പിക്കപ്പെട്ടു. വിയോജിപ്പ് പ്രകടിപ്പിച്ചവരെ പുറത്താക്കി. AD 367 അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന അത്തനാസിയോസ് തൻ്റെ പ്രസിദ്ധമായ ഫെസ്റ്റീവ് അപ്പസ്റ്റിൽസ് എന്ന സീരീസ് കത്തുകളിലൂടെ കാനോനിക്കൽ ബൈബിളുകളല്ലാതെ മറ്റൊന്നും വായിക്കരുത് എന്ന് ശക്തമായ താക്കീത് കൊടുത്തു. ഒരുപക്ഷെ മരണശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റം. അങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ആദിമ ക്രിസ്ത്യാനികളുടെ ചിന്തകളെല്ലാം വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടു. കത്തോലിക്ക സഭ എന്തു പഠിപ്പിക്കുന്നു അതാണ് യാഥാർത്ഥ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നേറും. 1945 ഈജിപ്തിൻ്റെ തെക്ക് ഭാഗത്ത് നൈൽ നദീ തടം ഉൾക്കൊള്ളുന്ന പ്രദേശത്തുള്ള നാഗ് ഹമാഡി എന്ന പ്രദേശത്ത് മുഹമ്മദ് അൽ സമ്മാൻ എന്ന കർഷകൻ അവിചാരിതമായി കണ്ടെത്തിയ 6 അടി പൊക്കമുള്ള ഒരു മൺകുടത്തിൽ
52ഓളം ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കണ്ടെത്തി. കോപ്റ്റിക് ലിപികളിൽ എഴുതപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങളായിരുന്നു അത്. സാധാരണ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതുന്ന പഴയ ഈജിപ്ഷ്യൻ ലിപിയാണ് കോപ്റ്റിക്. പ്രധാനമായും ജ്ഞാനവാദ ഗ്രന്ഥങ്ങളായിരുന്നു ഇവ. ഇതിലേറ്റവും പ്രസിദ്ധമായത് തോമസിൻ്റെ സുവിശേഷം ആണ്. കൂടെ ഏതാണ്ട് 400 BC ഉണ്ടായിരുന്ന പ്ലേറ്റോയുടെ ഗ്രന്ഥങ്ങളുടെ ഒരു ഭാഗിക പകർപ്പും ഗ്രീക്ക് ദേവനായ ഹെർമീസ്, ഈജിപ്ഷ്യൻ ദേവനായ തോത്ത് എന്നിവരെ പറ്റിയുള്ള ഗ്രന്ഥങ്ങളും ഫിലിപ്പിൻ്റെ സുവിശേഷവും ഒക്കെ അടങ്ങിയതായിരുന്നു അത്. ഗോസ്പൽ ഓഫ് മേരി, അപ്പോക്രിഫോൺ ഓഫ് ജോൺ, ആക്ട് ഓഫ് പീറ്റർ, സോഫിയ ഓഫ് ജീസസ് എന്നിവ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ കണ്ടുപിടുത്തത്തോടെ 4 കാനോനിക്കൽ ബൈബിളിന് പുറത്ത് ആദിമ ക്രൈസ്തവ ചിന്തകളുടെയും ആദിമ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തെ കുറിച്ച് വിവരം നൽകുന്ന വലിയൊരു ഗ്രന്ഥസമുച്ചയം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലായി. AD 390 തൊട്ടടുത്തുണ്ടായിരുന്ന സെൻറ്റ് പച്ചോമുനീസ് ആശ്രമത്തിലെ സന്യാസിമാർ ഭയപ്പെട്ടു ഒളിച്ചു വച്ചിരുന്ന പൗരാണിക ഗ്രന്ഥങ്ങളായിരുന്നു ഇത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഗോസ്പൽ ഓഫ് തോമസ് എന്ന പുസ്തകമാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ രേഖകൾ AD 40-നും 60-നും ഇടയിൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പൗലോസിൻ്റെ ലേഖനങ്ങൾ ആണ്. അതിനുശേഷം യഥാക്രമം മർക്കോസ് AD 70, മത്തായി AD 85-നും 90-നും ഇടയിൽ, യോഹന്നാൻ AD 100-നും 140-നും ഇടയിൽ, ലൂക്ക 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം എന്നാണ് ഇന്നത്തെ നിഗമനം. എന്നാൽ തോമസിൻ്റെ സുവിശേഷം ഇതിലെല്ലാത്തിലും പഴക്കമുള്ളതാവാം എന്ന് പല ബൈബിൾ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ തോമസ് ആരാണ് എന്നൊന്നും ആർക്കും ഒരു തെളിവും ഇല്ല. തോമസിൻ്റെ ഈ സുവിശേഷത്തിന് മറുപടിയായി എഴുതപ്പെട്ടതാവാം 4-ാമത്തെ സുവിശേഷം എന്ന് പല ബൈബിൾ പഠിതാക്കളും അഭിപ്രായപ്പെടുന്നുമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 4 ബൈബിളുകളും, അതായത് കാനോനിക്കൽ ബൈബിളുകളും എഴുതിയത് ആരാണ് എന്നത് ആർക്കും ഒരു നിശ്ചയവുമില്ല എന്നതാണ് വസ്തുത. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മാത്രമാണ് ഓരോ ബൈബിളിൻ്റെയും രചയിതാവെന്ന നിലയിൽ പേരുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ ചരിത്രകാരനായ യൂസേബിയൂസ് പറയുന്നത് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പപ്പിയാസ് എന്ന സഭാപിതാവാണ് ഈ പേരുകൾ കൂട്ടിച്ചേർത്തത് എന്നാണ്. ഗോസ്പൽ ഓഫ് തോമസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: These are the hidden saying that the living Jesus spoke and Judas Thomas Didymus the twin wrote. ഇവിടെ തോമസ് സ്വയം വിളിക്കുന്നത് ജുദാസ് ഡിഡിമൂസ് എന്നാണ്. അദ്ദേഹത്തിന് ആ പേരുണ്ട് എന്ന് മറ്റു ബൈബിളുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായി യോഹന്നാൻ പറയുന്നു, "Then said Thomas, who is called Didymus,
unto his fellow disciples, let us also go, that we may die with him. ജോൺ 11:16. But Thomas, one of the 12 called Didymus, was not with them when Jesus came. ജോൺ 20:25. ഡിഡിമൂസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ട്വിൻ അഥവാ ഇരട്ട എന്നാണ്. അപ്പോൾ തോമസ് ആരുടെ ഇരട്ടയാണ്? തോമസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാകൂ. മറ്റൊന്ന്, യേശു തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് മാത്രമായി ഉപദേശം കൊടുക്കുമായിരുന്നോ? തോമസ് പറയുന്നു ഉണ്ടായിരുന്നു എന്ന്. അതാണ് ദീസ് ആർ ദ ഹിഡൻ സെയിങ് ദാറ്റ് ദ ലിവിങ് ജീസസ് സ്പോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ യേശു ഉപദേശിക്കുമായിരുന്നു എന്ന് ഗോസ്പൽ ഓഫ് മേരി, ഗോസ്പൽ ഓഫ് ഫിലിപ്പ് എന്ന് തുടങ്ങുന്ന നോൺ കാനോനിക്കൽ ബൈബിളുകളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സഭാപിതാവായ ഇറേനിയസ് ഉറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു രഹസ്യ ഉപദേശങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇറേനിയസ് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അനന്തരം അവർ തനിയെ ആയിരിക്കവേ 12 പേരും ഒരുമിച്ച് അവനോടുകൂടി ഉണ്ടായിരുന്നവർ ആ ഉപമയെപ്പറ്റി അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയുവാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു. മറ്റുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിൽ കൂടിയാകുന്നു. അപ്പോൾ ഇറേനിയസ് അങ്ങനെ പറഞ്ഞതോ? അത് കേൾക്കുന്നവരുടെ ഭാവനയ്ക്ക് വിടുകയാണ്. മിക്കവാറും ആചാര്യന്മാർ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് മാത്രമായി അങ്ങനെയുള്ള ഉപദേശം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ചരിത്രത്തിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഗോസ്പൽ ഓഫ് തോമസ് മറ്റ് പുതിയ നിയമ ബൈബിളുകളെ പോലെ യേശുവിൻ്റെ പ്രവൃത്തികളെ വിശദീകരിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ ഉപദേശങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്യുകയാണ്. 114 ഉപദേശങ്ങൾ അക്കമിട്ട് എഴുതുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ 4 കാനോനിക്കൽ ബൈബിളുകളിൽ കാണുന്ന പല ഉപദേശങ്ങളുമുണ്ട്. കാനോനിക്കൽ ബൈബിൾ രചയിതാക്കൾ വിട്ടുകളഞ്ഞതോ ആദിമ സഭാപിതാക്കന്മാർ മാറ്റിക്കളഞ്ഞതോ ആയ ഉപദേശങ്ങളും ഉണ്ട്. തീർച്ചയായും സഭാതലവന്മാർക്ക് അസുഖകരമായ പലതും അതിലുണ്ട്. ഉദാഹരണം, ജീസസ് സെഡ്, if your leaders say to you, look, the kingdom is in heaven, then the bird of the sky will precede you. If they say to you, it is in the sea, then the fish will precede you. Rather, the kingdom is inside you and it is about you. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് ഈസ് ദ കിങ്ഡം ഈസ് ഇൻസൈഡ് യു ആൻഡ് ഇറ്റ് ഈസ് എബൌട്ട് യു. അത് നീ തന്നെയാണ്. തത്വം അസി. അടുത്ത 11-ാം വാക്യം പറയുന്നു, the dead do not live and the living will not die. ജീവനുള്ളതിന് മരണമില്ല,
മരിച്ചതിന് ജീവനുമില്ല. ഇത് ജ്ഞാനികൾ അറിയുന്നു. ഇത് തന്നെയാണ് ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ പറയുന്നത്. നാസതോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തസ്തനയോ തത്വദർശിഭി. അസത്തിന് ഉണ്മയെന്ന ഭാവം ഇല്ല, സത്തിന് അഭാവം എന്നൊന്നും ഇല്ല. ഈ യാഥാർത്ഥ്യം തത്വദർശികൾ അറിഞ്ഞിട്ടുണ്ട്. 24-ാം വാക്യം പറയുന്നു, Whoever has ears should listen. There is light within you, and it shines the whole world. If it does not shine, it is dark. ഉപനിഷത്ത് പറയുന്നു, തസ്യ ഭാസ സർവവിധം വിഭാതി. അതിൻ്റെ പ്രകാശം കൊണ്ട് ലോകം മുഴുവൻ പ്രകാശിക്കുന്നു. ാം വാക്യം പറയുന്നത് കേൾക്കാം. Whoever drinks from my mouth will become me, and I myself shall become that person. And the hidden things will be revealed to him. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി മാറുന്നു. അതാണ് ഡിഡിമൂസ് തോമസ് എന്നറിയപ്പെടുന്നതിൻ്റെ സാരം. തോമസ് ട്വിന്നാണ്, യേശുവിൻ്റെ ട്വിൻ. 106-ാം വാക്യം, When you make the two into one, you will become children of humanity. 2 into 1, രണ്ടിനെ ഒന്നാക്കുന്നത് അഥവാ രണ്ടല്ലാത്തത്, അതാണ് അദ്വൈതം. തോമസിൻ്റെ സുവിശേഷത്തിലെ 114 വാക്യങ്ങളും നോക്കിയാൽ കിഴക്കൻ ചിന്തകളിലെ അദ്വൈത ദർശനത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ചിന്തകളെയാണ് നോസ്റ്റിക് ചിന്തകൾ എന്ന് വിളിക്കപ്പെടുന്നത്. നോസിസ് എന്നാൽ നോളജ് അല്ല. നോളജ് എന്നത് എയ്ഡൈൻ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും വന്നതാണ്. ടു സീ, ടു പെർസീവ്, ടു നോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഗ്രീക്ക് വേർഡ് നോസിസ് എന്നാൽ ടു അണ്ടർസ്റ്റാൻഡ് ഡീപ്ലി വിത്ത് ഹാർട്ട് എന്നാണ് അർത്ഥം. റെക്കഗ്നൈസ്, ഡോക്ടർ എലൻ പേഗൽസ് പറയുന്നത് പോലെ, വി കനോട്ട് നോ അവർ സോഴ്സ്. ഇറ്റ് ഈസ് ഫാർ ബിയോണ്ട് അവർ കോംപ്രഹെൻഷൻ. Yet, we can know that we are indissolubly connected with our source and with all beings. നമ്മുടെ ഉറവിടം ഏതാണെന്ന് നമുക്കറിയില്ല. അത് എപ്പോഴും നമ്മുടെ ധാരണാശക്തിക്കും അപ്പുറത്താണ്. എങ്കിലും നാമും ഇക്കാണുന്ന സർവവും അതും, അതായത് ഉറവിടവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതും ഇതും രണ്ടല്ല, അത് തന്നെയാണ് ഇത്. തോമസിൻ്റെ ബൈബിൾ അടക്കമുള്ള നോസ്റ്റിക് ബൈബിളുകളെല്ലാം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചത് ഈ ആശയമാണ്.
അവിടെ യേശു എന്ന ഒരാളുടെ ജീവിതമോ മരണമോ ഉയർപ്പോ ഒന്നും കാര്യമല്ല. അവിടെ നിൽക്കുന്നത് രണ്ട് സത്യം മാത്രം: ഗുരുവും ശിഷ്യനും. ഗുരു പഠിപ്പിക്കുന്ന ആശയങ്ങൾ കൃത്യമായും ശിഷ്യന്മാർ മനസ്സിലാക്കുമ്പോൾ അവിടെ പിന്നെ ഗുരുവില്ല, ശിഷ്യന്മാരില്ല, എല്ലാം ഒന്ന് തന്നെയായി മാറും. കാരണം എല്ലാം ഒറ്റ ഉറവിടം മാത്രം. 50-ാം വാക്യം പറയുന്നു, "We have come from the light, from the place where the light came into being by itself, established itself, and appeared in this image." Thank you.